ഗസയിൽ നിന്നും വീണ്ടും സങ്കടകരമായ വാർത്തകൾ വരികയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഗസയിൽ കനത്ത വ്യോമാക്രമണം തന്നെയായി വീണ്ടും ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുന്നു. ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 63 പേർ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്ത വരികയാണ്. കൊല്ലപ്പെട്ടവരിൽ 24 പേർ കുഞ്ഞുങ്ങളാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ആക്രമണം. അഭയാർത്ഥി ക്യാമ്പുകൾക്കും വീടുകൾക്കും നേരെയും ആക്രമണം ഉണ്ടായി. ആശുപത്രികൾക്ക് നേരെയും സയനിസ്റ്റ് സേന ആക്രമണം നടത്തി. അൽഷിഫ ആശുപത്രിക്ക് സമീപവും മിസൈൽ പതിച്ചു. ഇതോടെ 2 ആഴ്ച നീണ്ട ഗസ വെടിനിർത്തൽ കരാറിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇസ്രായേൽ കരാർ ലംഘിച്ചെന്ന് ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽഖസാം ബ്രിഗേഡും ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ നടപടിക്ക് പിന്നാലെ മൃതദേഹം കൈമാറുന്നത് മാറ്റിവെക്കുമെന്നും ഖസാം പ്രതിനിധി അറിയിച്ചിട്ടുണ്ട്. ഗസയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രായേൽ വ്യാജ കഥകൾ മെനയുകയാണ് എന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തുന്നത്. 2 വർഷത്തെ യുദ്ധം ബാക്കിയാക്കിയ കെട്ടിടാവശിഷ്ട കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കൂടുതൽ സമയവും സന്നാഹങ്ങളും ആവശ്യമാണ് എന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇസ്രായേലിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തടസ്സപ്പെടുത്തുമെന്നും ഇത് ശേഷിക്കുന്ന 13 തടവുകാരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുമെന്നുമാണ് അൽഖസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ഒക്ടോബർ 10-നാണ് ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെ ജീവനോടെയുള്ള 20 ഇസ്രായേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു. പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞ 2000-ഓളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചിരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന 13 ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ കാലതാമസം നേരിടുന്നു എന്ന് ആരോപിച്ചാണ് നിലവിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഗസ വൻ ആക്രമണം നടത്താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിടുന്നു. സഡൻ ആക്ഷൻ എന്നും ഏറ്റവും തീവ്രമായ ആക്ഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്നുമാണ് ആ ഉത്തരവിലൂടെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച ഹമാസ് കൈമാറിയ മൃതദേഹ പേടകത്തിലുണ്ടായിരുന്നത് ബന്ദിയുടെ മൃതദേഹമല്ലെന്നും 2023-ൽ സൈനികർ കണ്ടെടുത്ത മറ്റൊരു ബന്ദിയുടെ മൃതദേഹ ഭാഗങ്ങളായിരുന്നു എന്നും ആരോപിച്ചാണ് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത്. ഹമാസ് തങ്ങളെ വഞ്ചിക്കുകയാണ് എന്നാണ് ഇതുവഴി ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗത്തിന് ശേഷമാണ് ആക്രമണ തീരുമാനം പ്രഖ്യാപിച്ചത്. റഫേൽ സൈനികർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയതായും ഇസ്രായേൽ ആരോപിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും കനത്ത ആക്രമണം തന്നെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. അത് തുടരും എന്നുമുള്ള സൂചനകളും വരികയാണ്. ഇതോടെ 2 ആഴ്ച നീണ്ടുനിന്ന ഈ ഒരു സീസ് ഫയർ ഇനി പ്രാബല്യത്തിൽ വരുമോ? ഹമാസ് ഇതിനോട് ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതും കണ്ടറിയേണ്ടതാണ്.